വെൽക്കം ടു മൂവി ബ്രാൻഡ്. എപ്പോഴും ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു നിൽക്കാറുള്ള കുടുംബമാണ് അമിതാഭ് ബച്ചന്റേത്. പലതരത്തിലുള്ള ഗോസിപ്പുകൾ തുടരെ വരാറുണ്ടെങ്കിലും താരകുടുംബം ഇതേക്കുറിച്ച് പ്രതികരിക്കാറില്ല. ഐശ്വര്യ റോയിയെയും അഭിഷേക് ബച്ചനെയും കുറിച്ചാണ് ഗോസിപ്പുകൾ കൂടുതലും പ്രചരിക്കുന്നത്. ബച്ചൻ കുടുംബവുമായി ഐശ്വര്യയ്ക്ക് ചില അസ്വാരസ്യങ്ങൾ ഉണ്ടെന്നാണ് സൂചന. ഭർത്തൃമാതാവ് ജയ ബച്ചനും അഭിഷേകിന്റെ സഹോദരി ശ്വേത ബച്ചനുമായി ഉണ്ടായ പ്രശ്നങ്ങളാണ് അകൽച്ചയ്ക്ക് കാരണമെന്ന് പ്രചരിക്കുന്നത്. 2016 പുറത്തിറങ്ങിയ ഏദിൽ ഹേ മുഷ്കിൽ എന്ന സിനിമയിൽ നടി ഇന്റിമേറ്റ് രംഗങ്ങളിൽ അഭിനയിച്ചതോടെയാണ് പ്രശ്നങ്ങൾ കടുത്തതെന്നാണ് പറയപ്പെടുന്നത്. ഈ സിനിമയുടെ റിലീസിന് പിന്നാലെ ഐശ്വര്യയെയും ജയ ബച്ചനെയും അപൂർവമായി മാത്രമേ ഒരുമിച്ച് പൊതുവിടങ്ങളിൽ കണ്ടിട്ടുള്ളൂ. അതിനു മുന്നേ വരെ ജയ ബച്ചന്റെ കൈകോർത്ത് പിടിച്ചായിരുന്നു നടി എവിടെയും എത്തിയിരുന്നത്. എന്നാൽ ഐശ്വര്യയെയും മകൾ ആരാധ്യയെയും ജയ ബച്ചൻ അവഗണിക്കുന്നുണ്ടെന്ന് ആരാധകർ പറയുന്നത്. ഐശ്വര്യയുടെ അമ്മയുടെ പിറന്നാൾ ഈ ഇടയ്ക്ക് വെച്ച് ഐശ്വര്യ ഗംഭീരമാക്കിയിരുന്നു. എന്നാൽ ബച്ചൻ കുടുംബത്തിൽ നിന്നുള്ള ആരും തന്നെ ആഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നില്ല. അമിതാഭ് ബച്ചന്റെ ഇക്കഴിഞ്ഞ പിറന്നാൾ ദിനത്തിൽ ജയ ബച്ചനും പേരക്കുട്ടികൾക്കുമൊപ്പമുള്ള ഫോട്ടോ പുറത്തു വന്നിരുന്നു. എന്നാൽ ഈ ഫോട്ടോ ക്രോപ്പ് ചെയ്ത് അമിതാഭിനെയും ആരാധ്യയെയും മാത്രം ഉൾപ്പെടുത്തിയാണ് ഐശ്വര്യ റോയ് ഫോട്ടോ പങ്കുവച്ചത്. ഐശ്വര്യയും ഭർത്തൃമാതാവിനോടും ഭർത്താവിന്റെ സഹോദരി ശ്വേത ബച്ചനോടും അകലം കാണിക്കുന്നുണ്ടെന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഐശ്വര്യ റോയ് പൊന്നിയിൻ സെൽവൻ എന്ന സിനിമയിലൂടെ വൻ തിരിച്ചുവരവ് നടത്തി. നിരവധി പ്രമുഖർ ഐശ്വര്യയുടെ പ്രകടനത്തെ അഭിനന്ദിച്ചെങ്കിലും അഭിഷേകിന്റെ വീട്ടുകാർ മൗനത്തിലായിരുന്നു. എന്നാൽ അഭിഷേകിന്റെ മികച്ച പെർഫോമൻസുകൾ എടുത്തു പറയാൻ അമിതാഭ് ബച്ചൻ ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത്. ഐശ്വര്യ റോയും അമിതാഭ് ബച്ചനും ഒരുമിച്ച് അഭിനയിച്ച ചിത്രമായിരുന്നു രാവൺ. വിക്രം, ഐശ്വര്യ റോയ് എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ രാവണൻ എന്ന ചിത്രത്തിന്റെ ഹിന്ദി റീമേക്കായിരുന്നു രാവൺ. അഭിഷേകിനോളം തുല്യ പ്രാധാന്യമുള്ള വേഷമാണ് ഇതിൽ ഐശ്വര്യയുടേത്. ഈ ചിത്രം റിലീസ് ചെയ്തിട്ട് 14 വർഷം പൂർത്തിയായ വേളയിൽ ഇതോടനുബന്ധിച്ച് അമിതാഭ് ബച്ചൻ പങ്കുവച്ച പോസ്റ്റാണ് പ്രശ്നങ്ങൾക്ക് ആധാരമാക്കിയിരിക്കുന്നത്. പോസ്റ്റിൽ അമിതാഭ് ബച്ചൻ അഭിഷേകിനെ മാത്രമേ പ്രശംസിക്കുന്നുള്ളൂ. ഐശ്വര്യയെക്കുറിച്ച് ഒരു വാക്കുപോലും പരാമർശിച്ചിട്ടില്ല. അഭിഷേകിന്റെ മറക്കാനാകാത്ത പെർഫോമൻസാണ് രാവണനിലെന്ന് അമിതാഭ് ബച്ചൻ പറയുന്നു. അഭിഷേകിന്റെ പ്രകടനം മാത്രം കൊണ്ടല്ല, ഐശ്വര്യയുടെ പ്രകടനം കൊണ്ടുകൂടിയാണ് ചിത്രം ശ്രദ്ധിക്കപ്പെട്ടത്. തന്റെ കഥാപാത്രത്തെ നടി അവിസ്മരണീയമാക്കിയിരുന്നു. നിരവധി പേർ പലപ്പോഴായി ഇതേക്കുറിച്ച് എടുത്തു പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ അമിതാഭ് ബച്ചൻ എന്താണ് ഇങ്ങനെ? ഇന്ത്യൻ സിനിമയുടെ ബിഗ് ബി ആയ വ്യക്തി എന്ത് കുടുംബ പ്രശ്നത്തിന്റെ പേരിലാണെങ്കിലും ഐശ്വര്യ എന്ന നടിയുടെ കഴിവിനെ വില കുറച്ച് കാണരുതായിരുന്നു എന്നാണ് പലരും അഭിപ്രായപ്പെട്ടത്. ഐശ്വര്യ ഇല്ലെങ്കിൽ ആ സിനിമയില്ലെന്നും ആരാധകർ പറയുന്നു. പൊതുവെ യാഥാസ്ഥികരും സ്ത്രീകൾ തങ്ങളെക്കാൾ മുന്നിലെത്തുന്നത് അംഗീകരിക്കാൻ മടിക്കുന്നവരുമാണ് ബച്ചൻ കുടുംബമെന്നാണ് ആരാധകർ നേരത്തെയും വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. കുടുംബജീവിതത്തിന് വേണ്ടിയാണ് ഐശ്വര്യ സിനിമകളിൽ സജീവമായി തുടരാൻ തയ്യാറാകാത്തതെന്നാണ് ഇവർ പറയുന്നത്. വിവാഹശേഷം വളരെ കുറച്ച് ചിത്രങ്ങളിൽ മാത്രമേ ഐശ്വര്യയും അഭിനയിച്ചിരുന്നുള്ളൂ. എന്നാൽ അഭിഷേക് ബച്ചൻ ഇപ്പോഴും സിനിമയിൽ സജീവമാണ്. പക്ഷെ വലിയൊരു ഹിറ്റ് നടന് ലഭിച്ചിട്ടില്ല. താരമൂല്യം നോക്കിയാൽ അഭിഷേകിനും ഒരുപാട് മുകളിലാണ് ഐശ്വര്യ റോയിയുടെ സ്ഥാനം. ഇത് ഉൾക്കൊള്ളാൻ നടിയുടെ ഭർത്താവിന്റെ കുടുംബം തയ്യാറാകുന്നില്ലെന്നും വിമർശനമുണ്ട്. അതുമാത്രമല്ല, സ്വത്തിന്റെ കാര്യത്തിലും ഐശ്വര്യയുടെ 7 അയലത്ത് അഭിഷേക് എത്തില്ല.